ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചാനലിലൂടെ ഷെയർ ചെയ്തത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. കസ്റ്റേർഡ് ഐസ്ക്രീമാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അതെ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസ്റ്റേർഡ് പൗഡർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഞാനൊരു 250 ഫുൾ ഫാറ്റ് ക്രീം മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഈ 250ൽ നിന്ന് കുറച്ച് ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂട് പാലിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ചൂടില്ലാത്ത തിളപ്പിക്കാത്ത പാലിൽ തന്നെയാണ് കസ്റ്റേർഡ് പൗഡർ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡിന് ആവശ്യമായിട്ടുള്ള മധുരമാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പാലും പഞ്ചസാരയും കൂടെയൊക്കെ യോജിച്ച് വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. വാട്ടറി കൺസിസ്റ്റൻസി അല്ല, നല്ല കുറച്ച് ക്രീം, അതായത് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ഒരു സ്പാച്ചിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കസ്റ്റേർഡ് മിക്സ് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്കാണ് മാറ്റേണ്ടത്. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കസ്റ്റേർഡ് ഇടുമ്പോൾ തന്നെ വിപ്പിംഗ് ക്രീം കൂടുതലായിട്ട് മെൽറ്റായി പോകാനും ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഐസ്ക്രീമിലേക്ക് വേണ്ട ക്രീം ഉണ്ടാക്കിയെടുക്കാം. പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഐസ്ക്രീം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ ഫ്രഷ് ക്രീം വെച്ചിട്ടും ഐസ്ക്രീം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രസ്റ്റ് ക്രംപിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ പാലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ആ ഒരു പാക്കറ്റിൽ എങ്ങനെയാണോ ആ ഒരു ക്രീം ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുഴുവൻ പാക്കറ്റ് ആഡ് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പാലും കൂടെ ആഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ പഞ്ചസാര വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു പാക്കറ്റിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം പൗഡറൊക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. മറ്റേ വിപ്പിംഗ് ക്രീമിനേക്കാൾ കൂടുതൽ പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റേർഡൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ക്രീമിലേക്ക് ഈ ഒരു കസ്റ്റേർഡ് ഇട്ടിട്ട് ഒന്നുകൂടെ വിപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതെല്ലാം നന്നായിട്ട് യോജിച്ചോളും. വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. കസ്റ്റേർഡ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് മിക്സ് ആവാനായിട്ട് എളുപ്പം ഉണ്ടാവുക. ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് മിക്സായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ കസ്റ്റേർഡും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കുറച്ച് കളറ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഫുഡ് കളറ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം കളർ ആവശ്യമില്ലാത്തവർ എന്തായാലും അത് അവോയ്ഡ് ചെയ്തോളൂ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരു ലെയർ ഐസ്ക്രീമിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഐസ്ക്രീമിൻ്റെ ലെയർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മേളിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മേളിൽ മാത്രം നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ആൽമണ്ട്സ് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ നിങ്ങൾ, അതായത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഐസ്ക്രീം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള കസ്റ്റേർഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ടോപ്പിങ്സിന് വേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറി സിറപ്പും ആൽമണ്ട്സ് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവുന്ന, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് നമ്മൾ ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്